എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. അതിന് എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകി എന്നിട്ടത് തോർത്തി നല്ല ഉണക്കമുള്ള തുണീനെ കൊണ്ട് തോർത്തി എടുത്തു. എന്നിട്ട് ആ മാങ്ങ വട്ടിപ്പുളപ്പ് ചെന്നിപ്പുളപ്പ് എല്ലാം ആയിട്ട് അത് അരിഞ്ഞിട്ടു. അത് മുറിച്ചിട്ട് അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് കഴിയുമ്പോൾ എല്ലാം കൂടി ഒരു 1.25 കിലോ 1.5 കിലോ മാങ്ങ ഉണ്ടാവും എല്ലാം കൂടി. നിങ്ങൾ മാങ്ങ അച്ചാർ ഇങ്ങനെയാണോ ഉണ്ടാക്കലെന്ന് പറയണേ. ആ മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ഇതിപ്പോൾ കുറച്ചേ ഉള്ളേ, ഞാൻ രണ്ടാമത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് ഒരു ദിവസം ഞാനതാണ്ട് അടച്ചു വെച്ചു. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും മുറിച്ചിട്ട് എല്ലാം റെഡിയാക്കി പിറ്റേന്ന് രാവിലെ പിറ്റേന്നൊരു ഉച്ചയാകുമ്പോഴത്തേനാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. അത്രയും സമയം ഇത് ഉപ്പിൽ കിടന്ന് കുറച്ചൊരു ഇതായി കുറച്ച് വെള്ളം അതിനകത്ത് വന്നിട്ടുണ്ടാവും, മാങ്ങേൻ്റെ തന്നെ വെള്ളം. അത് വെള്ളപ്പറ്റൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വേണം മുറിച്ചിട്ടിട്ടെല്ലാം ആക്കാൻ വേണ്ടിയിട്ട്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 10-20 വെളുത്തുള്ളി തൊലി കളഞ്ഞ് നടുവെ പൊളന്നെടുത്തിട്ടുണ്ട്, 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 സ്പൂണ് കടുക് എടുത്തിട്ടുണ്ട് പൊടിച്ചിട്ട്, പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് അതുകൊണ്ട്, കടുകും വറുത്ത് പൊടിച്ചതാണ്. ഇത്രയും സാധനങ്ങളാണ് അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് ചട്ടി ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു 125 ml ഇത് നല്ലെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ മൂത്ത് വരുന്ന സമയം കൊണ്ട് അതിൻ്റെ അകത്ത് ചൂടായി വരുന്ന സമയം കൊണ്ട് അതിൻ്റെ അകത്ത് 1 സ്പൂണ് കടുക് ഇട്ടു. അതിന് ശേഷം നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ച ഇഞ്ചി അതിനകത്തേക്ക് ഇട്ടു. അതിന് ശേഷം ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ടു. അതൊന്ന് ചെറിയ കളർ മാറി വരുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി വാടി വരണം. മാങ്ങ അച്ചാറിന് അധികം വെളുത്തുള്ളി ആവശ്യമില്ല, വെളുത്തുള്ളി തന്നെ ചുവക്കും. അപ്പോൾ 1 കിലോൻ്റെ ഒരു 12 അല്ലി വെളുത്തുള്ളിയെല്ലാം മതി. ഞാനിതൊരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒന്ന് ചോന്ന് വരുന്ന സമയമാകുമ്പോഴത്തേനും നല്ലോണം ചോന്ന് വരണം. നല്ലോണം ചോന്ന് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് അധികം വാടി ഇതാവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പച്ചമണം എല്ലാത്തിൻ്റെയും പച്ചമണം നല്ലോണം മാറി കിട്ടിയാൽ മതി. അത് ഏകദേശം ആയി കഴിയുമ്പോഴത്തേനും പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്യുന്നത് അത് തണിയണത് കുറച്ച് അതിൻ്റെ വെളിച്ചെണ്ണേൻ്റെ ആ നല്ലോണം തിളക്കുന്ന ചൂട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാകുമ്പോൾ അതിനകത്ത് പൊടിയിടാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതൊരു 175-200 ml നല്ലെണ്ണയെങ്കിൽ ഇതിനകത്ത് ഒഴിക്കണം. ഞാൻ പിന്നെ എണ്ണ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ എണ്ണ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ്. അച്ചാറിന് നല്ലോണം എണ്ണ വേണം, നല്ലോണം എണ്ണയുള്ളതാണ് അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് പിന്നെ കുറച്ച് നാളത്തേക്ക് നീണ്ട് വെക്കുന്നതാണ്. അങ്ങനെ കുറേ എണ്ണയെല്ലാം ഒഴിച്ചിട്ടുണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ പെട്ടെന്ന് എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ അകത്തേക്ക് 4-5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ 1 സ്പൂണ് സാദാ മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ടു. പിന്നെ 2 സ്പൂണ് കടുക് പൊടിച്ചതിട്ടു, വറുത്ത് പൊടിച്ചതാണ്. പിന്നെ ഉലുവ 1.5 സ്പൂണ് ഉലുവ ഇട്ടു. പിന്നെ എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കിയെടുക്കണം. അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ 1 സ്പൂണ് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കായം പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കായ കട്ട കിട്ടും, അതാണെങ്കിൽ അത് വെള്ളത്തിൽ അലിയിച്ചിട്ട് ലൈറ്റ് ചൂടുവെള്ളം വെച്ച് അത് തണിഞ്ഞ് കഴിഞ്ഞ് അത് അലിയിച്ചിട്ട് അതിനകത്ത് വെച്ചാലും മതി. എന്നിട്ട് ആ കായം കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ 3 സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഈ നമ്മൾ മുറിച്ചിട്ട മാങ്ങ അതിനകത്തേക്ക് എടുത്തു വെച്ചു. അത് മാങ്ങേൻ്റെ വെള്ളം കൂടിയുണ്ട്, ആ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ വെള്ളമൊന്നും ഞാൻ ഒഴിക്കൂല. അത് കഴിഞ്ഞിട്ട് ആ മാങ്ങ ഈ പിന്നെ പൊടികളും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കണം, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇടക്ക് നമ്മൾ ഇടണം. ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇട്ട ഉപ്പ് കണക്കായിരുന്നു. ഞാൻ ആദ്യം ഇട്ട ഉപ്പല്ല, ഞാൻ പിന്നെയും മാങ്ങയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് കണക്കാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മാങ്ങയച്ചാർ കിട്ടും. ഈ മാങ്ങയച്ചാർ കാണുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? അടിപൊളി മാങ്ങയച്ചാറാണ് ആക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങയച്ചാർ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. പിന്നെ എണ്ണ കൂടുതൽ ഒഴിക്കുന്നവർക്ക് എണ്ണ കൂടുതൽ ഒഴിക്കുക. കുറച്ച് കാലം നീണ്ടു നിൽക്കാൻ എണ്ണ കൂടുതൽ ഒഴിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കഴുകി ഉണക്കി വെച്ച ഭരണീൻ്റെ അകത്താണ് ഞാൻ ഈ മാങ്ങ കോരിയിടുന്നത്. മാങ്ങ അച്ചാർ നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. ഒന്നുകിൽ ഭരണിയിൽ അല്ലെങ്കിൽ ചില്ല് പാത്രം ഉണ്ടാവില്ലേ, ചില്ല് കുപ്പി, അങ്ങനത്തെ കുപ്പീൻ്റെ അകത്ത് മാത്രമേ നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കി വെക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് ഉണ്ടാക്കി വെക്കാൻ പാടില്ല.
പിന്നെ അപ്പോൾ അങ്ങനെ കണ്ണിന് ചുവപ്പും മൂക്കിന് മണവും നാവിൽ രുചിയും ഉള്ള അടിപൊളി മാങ്ങയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഭരണിയിൽ മുഴുവൻ കോരി നിറച്ച് ഭരണീൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക് കെട്ടി ഒരു കയറ് കെട്ടി അവിടെ വെക്കും. അത് മഴക്കാലമാകുമ്പോൾ എടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും. കഞ്ഞി ചക്ക എല്ലാം വെക്കുമ്പോൾ അതിൻ്റെ ഒന്നിച്ച് മാങ്ങയച്ചാർ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്കിത് കുറച്ച് നാളെ നിൽക്കൂലേ. ഞാനിങ്ങനെയാണ് മാങ്ങയച്ചാർ ഉണ്ടാക്കൽ. 2-3 തരത്തിൽ മാങ്ങയച്ചാർ ഉണ്ടാക്കും. പക്ഷേ ഇന്ന് ഈ തരത്തിലാണ് മാങ്ങയച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനോ? ജയസ് നീ ഇങ്ങനെയാണോ മാങ്ങയച്ചാർ ഉണ്ടാക്കൽ? നിങ്ങളെ ബഹ്റൈനിൽ ഇങ്ങനെയാണോ മാങ്ങയച്ചാർ ഉണ്ടാക്കൽ? അപ്പോൾ എല്ലാവരും ഒന്ന് മാങ്ങയച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദി. ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്. വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്.